കറുപ്പും വെളുപ്പും ചാനലിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ അവരുടെ തത്വങ്ങളുമായിട്ടോ പ്രവർത്തനങ്ങളുമായിട്ടോ ഈ എപ്പിസോഡിനോ എനിക്കോ വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ എപ്പിസോഡ് തികച്ചും സ്വതന്ത്രമായ ഒരു എപ്പിസോഡാണ്. ഈ ചാനൽ രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി തികച്ചും സ്വതന്ത്രമായ ഒരു ചാനലുമാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ചൈനയാണ്. എന്താ ചൈന എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചൈനയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട, ഇന്നലെ ശ്രീ ഖാർഗെ പറഞ്ഞ ഒരു കാര്യമാണ്, ചൈന ഇന്ത്യയുടെ ഒരുപാട് സ്ഥലങ്ങൾ കൈയടക്കി വെച്ചൊക്കെയാണ്, മോദി സർക്കാർ അതായത് സഹായിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമാണ്. ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടറി, ജില്ലാ തലങ്ങളിലുള്ള കമ്മിറ്റി ഒക്കെ ഉള്ള ഒരു ദേശീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്നാൽ വളരെ ചിന്തിക്കേണ്ട ചില കാരണങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മിറ്റിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അരുണാചൽ പ്രദേശിൽ മാത്രം സ്വന്തമായി കമ്മിറ്റിയോ സെക്രട്ടറിയോ മറ്റ് ഘടകങ്ങളോ ഭാരവാഹികളോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ, നയതന്ത്ര ബന്ധങ്ങളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങളിലുള്ള എന്നുള്ള ഒരു അസ്വാരസ്യമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അരുണാചൽ പ്രദേശിനെ ഒരിക്കലും ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് ചൈന അംഗീകരിച്ചിട്ടില്ല. ലോകത്ത് ചൈന മാത്രമേ അത് അംഗീകരിക്കാതുള്ളൂ. ബാക്കി ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് അരുണാചൽ പ്രദേശിനെ കാണുന്നുണ്ട്. ഇന്ത്യൻ നേതാക്കൾ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുമ്പോൾ ചൈന പലപ്പോഴും പ്രതിഷേധിക്കാറുണ്ട്. അതേപോലെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഭാഗമെന്ന് ഇന്ത്യയും ലോകത്തുള്ള ചൈന ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന് മാത്രം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മാത്രം ഘടകങ്ങളില്ല എന്നുള്ളത് ഒരു വളരെ ആലോചിക്കേണ്ട ഒരു പ്രത്യേകതയാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഘടകങ്ങളില്ല, ഭാരവാഹികളില്ല എന്നുള്ളതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് ഉത്തരം പറഞ്ഞേ പറ്റൂ. അവിടെ പ്രവർത്തകരില്ലാത്തതുകൊണ്ടല്ല, കമ്മ്യൂണിസം മുരടിച്ചതല്ല. അവിടുത്തെ പ്രശ്നം ചൈനയുടെ അരുണാചൽ പ്രദേശിന് മുകളിലുള്ള ആധിപത്യം കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാഗമാണെന്ന് അംഗീകരിക്കാൻ മടിയുള്ളതുകൊണ്ടായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അരുണാചൽ പ്രദേശിലെ സ്വന്തമായ ഘടകങ്ങൾ ഉണ്ടാക്കുകയോ പ്രവർത്തിക്കുകയോ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയോ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചൈനീസ് യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യനായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ അവർ അവരുടെ പറയുന്ന സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതായത് അരുണാചൽ പ്രദേശ് നമ്മുടേതാണെന്ന് നമ്മൾ പറയുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ചിന്താവിഷയം. ഇനി ഞാൻ ഈ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ സംഘടനയോ ഭാരവാഹികളോ കമ്മിറ്റികളോ ഉണ്ടെങ്കിൽ അറിയാവുന്നുള്ളവർ ദയവ് ചെയ്ത് കമന്റ് ബോക്സിലോട്ട് അവരുടെ ഡീറ്റെയിൽസ് ഇട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. നന്ദി, നമസ്കാരം.